കുക്ക് ആൻഡ് ഡിലൈറ്റ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രോക്കൺ വീറ്റ് ഉപ്മാ. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നോക്കാം എങ്ങനെയാണ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. ഒരു പാത്രം അടുപ്പിൽ വെച്ചു. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ ഒരല്പം കടുകിട്ട് കൊടുത്തു. ഈ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സവോള വളരെ ചെറുതായി അരിഞ്ഞതും, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതും, ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് ഈ എണ്ണയിലിട്ട് നന്നായി ഇതൊന്ന് വഴട്ടിയെടുക്കുക. ഒരു 1/4 ഭാഗം വഴണ്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെജ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന വെജ് മിക്സാണ്. ക്യാരറ്റ്, ബീൻസ്, സ്വീറ്റ് കോൺ, ഗ്രീൻ പീസ്, ഇത്രയുമാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് അരിഞ്ഞെടുത്ത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനോടൊപ്പം അതിൻ്റെ മുകളിലേക്ക് അല്പം ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തുടർന്ന് ഒരു അല്പം നമ്മളുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല ഉണ്ടെങ്കിൽ അതൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഒത്തിരി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇവിടെ ഞാൻ നമ്മളുടെ ബ്രോക്കൺ വീറ്റ് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഇവിടെ എടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ നമ്മളുടെ വെജ് മിക്സിനകത്തേക്ക് നമ്മളുടെ ഈ ബ്രോക്കൺ വീറ്റ്, അതിനകത്ത് വെള്ളമുണ്ടെങ്കിൽ വെള്ളം ഊറ്റിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആ വെള്ളത്തോടു കൂടി തന്നെ, കാരണം ഇതൊന്ന് വെന്ത് വരാൻ ഒരല്പം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഈ വെജ് മിക്സുമായിട്ട് നന്നായി ഒന്ന് ഇളക്കി ചേർക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് വളരെ ലോ ഫ്ലെയിമിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വേകാൻ ഒരല്പ സമയം ആവശ്യമുണ്ട്. ഒരു 15-20 മിനിറ്റിനോളം നമുക്കിത് വേകാനായിട്ട് സമയം ആവശ്യമാണ്. അപ്പം ഒരു അടപ്പ് പാത്രം വെച്ച് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം തീ വളരെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് മാറ്റി ഇതിൻ്റെ വേവ് എത്രത്തോളമായി, ഇത് വെന്തോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു തവി കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിവിടെ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുക, ഇതൊന്നൊന്നിനോട് ഒട്ടിച്ചേരാത്ത രീതിയിൽ നല്ല പോലെയാണ് ഇത് വെന്ത് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇടയ്ക്ക് നോക്കുമ്പോൾ ഇത് വെന്തിട്ടില്ല, ഇതിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഹോട്ട് വാട്ടർ അതിനകത്തേക്ക് ആഡ് ചെയ്ത് വീണ്ടും തീ ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കരുത്. ഒട്ടിപ്പിടിച്ചാൽ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഒട്ടിപ്പിടിക്കാതെ നമ്മൾ ചോറൊക്കെ കിടക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയില കൂടി അരിഞ്ഞിട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലോ ഡിന്നറായിട്ടോ കൺസിഡർ ചെയ്യാം. ഇതിനോടൊപ്പം എന്തെങ്കിലും കോമ്പിനേഷൻ കറി, വെജ് കറീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറീസോ ഇഷ്ടമാണെങ്കിൽ അതും ഇതിനോടൊപ്പം ചേർത്ത് കഴിക്കാം. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇതിനോടൊപ്പം ചേർത്ത് കഴിച്ചത് പപ്പടവും പഴവുമായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പം നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. ബൈ ബൈ.